നിയമാവർത്തനം 33-ാം അധ്യായം. ദൈവപുരുഷനായ മോശ തൻ്റെ മരണത്തിനു മുമ്പ് ഇസ്രായേല്യരെ അനുഗ്രഹിച്ചുകൊണ്ട് നൽകിയ ആശീർവാദമാണിത്. അവൻ പറഞ്ഞു, കർത്താവ് സീനായിൽ നിന്ന് വന്നു, സൈറിൽ നിന്ന് അവിടുന്ന് അവർക്കായി ഉദിച്ചു. പാരാൻ പർവ്വതത്തിൽ നിന്ന് അവിടുന്ന് പ്രകാശിച്ചു. വിശുദ്ധഗണത്തിൻ്റെ 10,000-ങ്ങളിൽ നിന്ന് അവിടുന്ന് എഴുന്നള്ളി. അവിടുത്തെ വലങ്കയിൽ നിന്ന് അവർക്കായി പ്രമാണാഗ്നിയും. അവിടുന്ന് ജനങ്ങളെ പരിലാളിക്കുന്നവൻ തന്നെ. വിശുദ്ധരെല്ലാവരും അങ്ങേ കരങ്ങളിലാണ്. അങ്ങയുടെ പാദാന്തികത്തിൽ ഇരുന്ന് അങ്ങയുടെ അവർ വചസ്സുകൾ സ്വാംശീകരിച്ചു. യാക്കോബിൻ്റെ കൂട്ടർക്ക് പിതൃസ്വത്തായി നമുക്ക് വേണ്ടി മോശ നിയമം പ്രഖ്യാപിച്ചു. ജനത്തിൻ്റെ തലവന്മാർ ഇസ്രായേൽ ഗോത്രങ്ങളുമായി ഒന്നായി ചേർന്നപ്പോൾ യെഷുറൂണിൽ രാജാവുണ്ടായി. റൂബൻ ജീവിക്കട്ടെ, അവൻ മരിക്കാതിരിക്കട്ടെ, അവൻ്റെ മൃതർ സംഖ്യാപരിമിതരാകട്ടെ. ഇതാണ് യൂദായെക്കുറിച്ച് അവൻ പറഞ്ഞത്. കർത്താവേ, യൂദായുടെ സ്വരം ശ്രവിക്കണമേ. അവനെ സ്വജനത്തിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരണമേ. അവന് തൻ്റെ കരങ്ങൾ അനേകമായിരിക്കട്ടെ. അവൻ്റെ എതിരാളികളിൽ നിന്ന് അങ്ങ് തുണയായിരിക്കണമേ. ലേവിയെക്കുറിച്ച് അവൻ പറഞ്ഞു, അങ്ങയുടെ തുമ്മീമും ഉറീമും അങ്ങയുടെ ഓരോ ഭക്തനുമുള്ളതാണ്. മാസായിൽ വെച്ച് അവനെയാണ് അങ്ങ് പരീക്ഷിച്ചത്. മെരീബ ജലാശയത്തിങ്കൽ അവനുമായാണ് അങ്ങ് ശണ്ഠ കൂടിയത്. അവരെ ഞാൻ ശ്രദ്ധിക്കുകയില്ലെന്ന് തൻ്റെ പിതാവിനെയും മാതാവിനെയും പറ്റി അവൻ പറഞ്ഞു. സ്വസഹോദരരെ അവൻ പരിഗണിച്ചില്ല, സ്വന്തം മക്കളെ തിരിച്ചറിഞ്ഞതുമില്ല. അങ്ങനെ അവർ അങ്ങയുടെ വാക്കുപാലിച്ചു, അങ്ങയുടെ ഉടമ്പടി കാത്തു. യാക്കോബിനെ അവർ അങ്ങയുടെ ന്യായപ്രമാണങ്ങൾ പഠിപ്പിക്കും, ഇസ്രായേലിനെ അങ്ങയുടെ നിയമവും. അവർ അങ്ങേ സന്നിധിയിൽ ധൂപമർപ്പിക്കും, അങ്ങേ ബലിപീഠത്തിന്മേൽ സമ്പൂർണ്ണയാഗവും. കർത്താവേ, അവൻ്റെ സമ്പാദ്യത്തെ അനുഗ്രഹിക്കണമേ. അവൻ്റെ കരവേലയിൽ പ്രസാദിക്കണമേ. അവൻ്റെ പ്രതിയോഗികളുടെ അരക്കെട്ടുകൾ തകർക്കണമേ. എഴുന്നേൽക്കാതിരിക്കും വിധം അവനെ വെറുക്കുന്നവരെയും. ബെഞ്ചമിനെക്കുറിച്ച് അവൻ പറഞ്ഞു, കർത്താവിന് പ്രിയപ്പെട്ടവൻ അവിടുത്തോട് ചേർന്ന് സുരക്ഷിതമായി നിവസിക്കുന്നു. ദിവസം മുഴുവൻ അവിടുന്ന് അവനെ ചൂഴ്ന്നു നിൽക്കുന്നു. അവിടുത്തെ ചുമലുകൾക്കിടയിൽ അവൻ നിവസിക്കും. ജോസഫിനെക്കുറിച്ച് അവൻ പറഞ്ഞു, അവൻ്റെ ദേശം കർത്താവിനാൽ അനുഗ്രഹീതമാകട്ടെ. ആകാശത്തിൻ്റെ സുഭഗതയാലും മഞ്ഞുതുള്ളിയാലും താഴെ പതിഞ്ഞുകിടക്കുന്ന ആഴത്താലും സൂര്യൻ്റെ ഉത്കൃഷ്ടഫലങ്ങളാലും ചന്ദ്രമാസങ്ങളുടെ വിശിഷ്ട വിഭവങ്ങളാലും പ്രാചീന പർവ്വത ശൃംഗങ്ങളാലും ശാശ്വത ശൈലങ്ങളുടെ വൈശിഷ്ട്യത്താലും ഭൂമിയുടെയും അതുൾക്കൊള്ളുന്നവയുടെയും ഐശ്വര്യത്താൽ ജോസഫിൻ്റെ ശിരസിലും സ്വസഹോദരന്മാരുടെ നേതാവിൻ്റെ മൂർധാവിലും മുൾപ്പടർപ്പിൽ വസിക്കുന്നവൻ്റെ പ്രസാദം വരുമാറാകട്ടെ. അവൻ്റെ കാളയുടെ കടിഞ്ഞൂൽ അവന് ഭൂഷണം, അവൻ്റെ കൊമ്പുകൾ കാട്ടുപോത്തിൻ്റെ കൊമ്പുകൾ. അവ കൊണ്ട് അവൻ ജനപദങ്ങളെ ഒന്നാകെ ഭൂമിയുടെ അതിർത്തിയിലേക്ക് തള്ളിമാറ്റും. അവരാണ് എഫ്രായിമിൻ്റെ 10,000-ങ്ങൾ, മനാസയുടെ 1000-ങ്ങളും അവൻ തന്നെ. സെബുലൂണിനെക്കുറിച്ച് അവൻ പറഞ്ഞു, സെബുലൂൺ, നീ നിന്റെ പുറപ്പാടിൽ സന്തോഷിച്ചാലും, ഇസ്സാക്കർ, നീ നിന്റെ കൂടാരത്തിലും. അവർ ജനങ്ങളെ പർവ്വതത്തിലേക്ക് വിളിപ്പിക്കും, അവിടെ അവർ നീതിയുടെ ബലികളർപ്പിക്കും. അവർ സമുദ്രങ്ങളുടെ സമൃദ്ധി നുകരും, മണലിലെ നിഗൂഢ നിക്ഷേപങ്ങളും. ഗാദിനെക്കുറിച്ച് അവൻ പറഞ്ഞു, ഗാദിനെ വിസ്തൃതമാക്കുന്നവൻ അനുഗ്രഹീതൻ. അവൻ ഒരു സിംഹത്തെപ്പോലെ വസിക്കും. അവൻ ഭുജം കടിച്ചു കീറും, മൂർധാവ് പോലും. പ്രധാന ഭാഗം അവൻ സ്വയം ആസ്വദിച്ചു, എന്തെന്നാൽ നായകൻ്റെ ഓഹരി അവിടെ നീക്കിവച്ചിരുന്നു. അവൻ ജനത്തിൻ്റെ തലവന്മാരെ സമ്മേളിപ്പിച്ച് കർത്താവിൻ്റെ നീതി നടപ്പിലാക്കി. ഇസ്രായേലിൽ അവിടുത്തെ ന്യായപ്രമാണങ്ങളും. ദാനിനെക്കുറിച്ച് അവൻ പറഞ്ഞു, ദാൻ സിംഹക്കുട്ടിയാണ്, അവൻ ബാഷാനിൽ നിന്ന് കുതിച്ചു ചാടുന്നു. നഫ്താലിയെക്കുറിച്ച് അവൻ പറഞ്ഞു, നഫ്താലി പ്രസാദത്താൽ സംതൃപ്തൻ, ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് സമ്പൂർണൻ. നീ പശ്ചിമ ദക്ഷിണ പ്രവിശ്യകൾ കൈവശമാക്കുക. ആഷേറിനെക്കുറിച്ച് അവൻ പറഞ്ഞു,
ആഷേർ പുത്രന്മാർ മൂലം അനുഗ്രഹീതൻ. അവൻ സ്വസഹോദരന്മാരുടെ പ്രിയങ്കരനായിരിക്കട്ടെ. അവൻ തൻ്റെ കാൽ എണ്ണയിൽ മുക്കട്ടെ. നിന്റെ ഓടാമ്പലുകൾ ഇരുമ്പും പിച്ചളയും, നിന്റെ ആയുസ്സോളം നിന്റെ സുസ്ഥിതിയും. യഷുറൂണിൻ്റെ ദൈവത്തെപ്പോലെ ആരുമില്ല. അവിടുന്ന് തൻ്റെ ശക്തി കൊണ്ട് ആകാശത്തിലും തൻ്റെ പ്രഭാവം കൊണ്ട് ആകാശവിധാനത്തിലും സവാരി ചെയ്യുന്നു. പുരാതനത്വത്തിൻ്റെ ദൈവം വാസകേന്ദ്രമാണ്. കീഴേ നിന്ന് നിത്യതയുടെ കരങ്ങൾ. അവിടുന്ന് നിന്റെ മുമ്പിൽ നിന്ന് ശത്രുവിനെ തുരത്തും. സംഹരിക്കൂ എന്ന് അവിടുന്ന് പറയും. ഇസ്രായേൽ സുരക്ഷിതമായി വസിക്കും. യാക്കോബ് ഏകനായി പാർക്കും. ധാന്യത്തിൻ്റെയും പുതുവീഞ്ഞിൻ്റെയും ദേശത്ത് തന്നെ. അതെ, അവിടുത്തെ ആകാശം മഞ്ഞുപൊഴിക്കും. ഇസ്രായേലേ, നീ ഭാഗ്യവാൻ. നിന്റെ സഹായത്തിൻ്റെ പരിചയും നിന്റെ പ്രാഭവത്തിൻ്റെ വാളുമായ കർത്താവിനാൽ രക്ഷിക്കപ്പെട്ട ജനമേ, നിന്നെപ്പോലെ ആരാണുള്ളത്? നിന്റെ ശത്രുക്കൾ നിനക്ക് വിധേയരാകും. അവരുടെ പൂജാഗിരികൾക്കുമേൽ നീ ചവിട്ടി നടക്കും.